ആരെയും ആക്ഷേപിക്കാനല്ല, അത് മഹത്തായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഒരു ശൈലിയുമല്ല. ഈ വിഷയത്തിന്റെ നിജസ്ഥിതി ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്തം. ജനാധിപത്യ സമൂഹത്തെ ജാഗ്രതപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്തം. ഇത് മുസ്ലിം സമുദായത്തിന്റെ പ്രശ്നമല്ല, ഇത് മതേതര ഇന്ത്യയുടെ പ്രശ്നമാണ്. ജനാധിപത്യ ബോധമുള്ളവരുടെ മുമ്പിലുള്ള വെല്ലുവിളിയാണ്, കടമയാണ് ഈ വഖഫ് ഭേദഗതി നിയമം എന്ന് പറയുന്നത്. വഖഫിന്റെ ചരിത്രം ഇന്ത്യയിൽ പരിശോധിക്കുമ്പോൾ ആയിരക്കണക്കിന് കൊല്ലങ്ങളുടെ പഴക്കമുള്ള വഖഫ് സ്വത്തുകൾ ഈ രാജ്യത്തുണ്ട്. ഒരു നൂറ്റാണ്ടോ 2 നൂറ്റാണ്ടോ അല്ല, ഒരു സഹസ്രാബ്ദത്തിലേറെ പഴക്കം ചെന്ന വഖഫിന്റെ സ്വത്തുക്കളുള്ള രാജ്യമാണ് ഈ മഹത്തായ ഇന്ത്യ രാജ്യം. ഏകദേശം 8.4 ലക്ഷം പ്രോപ്പർട്ടികൾ ഇന്ത്യയിൽ വഖഫിന്റെ സ്വത്തുക്കളായി അറിയപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ വ്യവഹാരം ചെയ്യപ്പെടുന്നുണ്ട്. അതിൽ തന്നെ 9.4 ലക്ഷം ഏക്കർ ഭൂമിയാണുള്ളത്. ഗവൺമെന്റ് തന്നെ കണക്ക് കൂട്ടിയതനുസരിച്ചുകൊണ്ട് 1.2 ലക്ഷം കോടി രൂപയുടെ സ്വത്തുക്കളാണ് ഇന്ത്യയിൽ വഖഫായിട്ടുള്ളത്. ഈ വലിയ കണക്കുകൾ കാണിച്ചുകൊണ്ടാണ് ഇവിടെ പലരും ദുഷ്പ്രചരണം ചെയ്യുന്നത്. പ്രതിരോധ മന്ത്രാലയത്തിനും അല്ലെങ്കിൽ ഡിഫൻസീവ് സിസ്റ്റത്തിനും ഇന്ത്യൻ റെയിൽവേക്കും ശേഷം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സ്വത്തുക്കൾ ഉടമപ്പെടുത്തി വെച്ച കോർപ്പറേറ്റ് കമ്പനിയാണ് വഖഫ് ബോർഡ് എന്നുള്ളതാണ് ഇവിടെ പലരും പ്രചരിപ്പിക്കുന്നത്. ഇവിടെ നമുക്ക് വളരെ അവധാനതയോടുകൂടെ ഈ വിഷയം നമ്മൾ ആലോചിച്ചാൽ ഒരു കാര്യം മനസ്സിലാക്കാൻ നമുക്ക് പറ്റും. പൊതുസമൂഹം അറിയേണ്ടതുണ്ട്, വഖഫിന്റെ കീഴിലുള്ള സ്വത്തൊന്ന് വേറെയും ഗവൺമെന്റിന്റെ കീഴിലുള്ള സ്വത്തൊന്ന് വേറെയുമാണെന്ന്. അങ്ങനെ ഒരു സാങ്കേതികമായി രണ്ടും രണ്ട് തന്നെയാണെങ്കിലും ഗവൺമെന്റിന് സമാന്തരമായി, രാജ്യത്തിന്റെ പൊതുബോധത്തിന് സമാന്തരമായിട്ടുള്ള ഒരു സിസ്റ്റമാണ് വഖഫ് ബോർഡ് അല്ലെങ്കിൽ വഖഫ് സംവിധാനം എന്നുള്ള ഒരു നറേറ്റീവ് അതിന്റെ ഇടയിലൂടെ ആസൂത്രിതമായിട്ട് ഇവിടെ സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. ഗവൺമെന്റിന്റെ തന്നെ മേൽനോട്ടത്തിൽ നിയമപരമായി അതിൽ എല്ലാ ഗവൺമെന്റിന്റെ ചട്ടങ്ങളും വ്യവസ്ഥകളും പാലിച്ചുകൊണ്ട് അതിന്റെ ഒരു ഏജൻസിയായി ജനാധിപത്യപരമായി പ്രവർത്തിക്കുന്ന സംവിധാനമാണ് വഖഫ് സംവിധാനം എന്നുള്ളത്. ഇന്ത്യയിൽ മുഗളന്മാർ ഭരിക്കുന്ന കാലത്ത് ഏറ്റവും ഏക്കർ കണക്കിന് ഒരുപാട് ലക്ഷക്കണക്കിന് ഹെക്ടർ ഭൂമികൾ, സ്ഥാപനങ്ങൾ വഖഫ് ചെയ്യപ്പെടുകയുണ്ടായി. ഡൽഹി സുൽത്താനത്തിന്റെ കാലത്ത് വഖഫ് ചെയ്യപ്പെടുകയുണ്ടായി. എങ്കിലും അന്നൊക്കെ വഖഫ് എന്ന് പറയുന്നത് രജിസ്ട്രേഷൻ നടപടിക്രമങ്ങളിലൂടെയുള്ള ഒരു നീക്കമായിരുന്നില്ല. അന്നൊക്കെ വാക്കാലുള്ള വഖഫ് ദാനങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. അത്രേ വഖഫിന് ആവശ്യവുമുള്ളൂ. വഖഫിന്റെ കർമ്മശാസ്ത്രപരമായ വശം ഞാൻ കൂടുതൽ പറയാൻ ആഗ്രഹിക്കുന്നില്ല. എങ്കിലും നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമായതുകൊണ്ട് വഖഫ് ചെയ്യുക എന്നുള്ളത് കർമ്മശാസ്ത്രത്തിൽ ലളിതമായ ഒരു പ്രക്രിയയാണ്. ഞാൻ എൻ്റെ സ്വത്ത്, ഇന്നാലിന്ന സ്വത്ത്, അതിന്റെ അനുഭവം ഒരിക്കലും അതിന്റെ വസ്തു നശിക്കാത്ത തരത്തിലുള്ള വകകളാണെങ്കിൽ, വകുപ്പുകളാണെങ്കിൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ ദാനം ചെയ്യുന്നു. ജഅൽതുഹു വഖഫ, ജഅൽതുഹു ഫീ സബീലില്ലാ, അബ്ബതുഹു ഫീ സബീലില്ലാ തുടങ്ങിയ പദങ്ങളിലൂടെ ലളിതമായിട്ട് വഖഫ് ചെയ്യുവാൻ സാധിക്കുന്നതാണ്. ആ വഖഫിന് 4 നിർബന്ധ ഘടകങ്ങളാണുള്ളത്. വഖഫ് ചെയ്യുന്ന ഒരു വ്യക്തി വേണം. ആ വഖഫിന് സാധുവാകുന്ന ഒരു പരാമർശം ഉണ്ടാകണം. വഖഫ് ഏത് വിഷയത്തിലാണ്, ഏത് മാർഗത്തിലാണ് നിർവഹിക്കപ്പെടേണ്ടത്, ചെലവഴിക്കപ്പെടേണ്ടത് എന്ന് പറയുന്ന ഒരു മൗഖൂഫ് അലൈഹി വേണം. അതിന്റെ ജിഹത്ത് വേണം, അതിന്റെ വഴി വേണം. അനാഥർക്ക്, അഗതികൾക്ക്, ആലംബർക്ക്, പഠിതാക്കൾക്ക്, രോഗികൾക്ക് എന്നിത്യാദി വകുപ്പുകൾക്കാണ് അതിന്റെ മൗഖൂഫ് അലൈഹി എന്ന് പറയുന്നത്. പിന്നെ വഖഫ് ചെയ്യുന്ന മൗഖൂഫായ ഒരു വസ്തു വേണം. ഈ 4 കാര്യങ്ങളുണ്ടെങ്കിൽ വഖഫ് സാധുവായി. പക്ഷെ പൊതുവെ നാം വഖഫ് ചെയ്യുമ്പോൾ അത് കൈകാര്യം ചെയ്യുവാൻ വേണ്ടി ഒരു കൈകാര്യ കർത്താവിനെയാണ് ഏൽപ്പിക്കാറുള്ളത്. അത് വ്യക്തിയാകാം, പ്രസ്ഥാനമാകാം, ട്രസ്റ്റ് ആകാം, കമ്മിറ്റിയാകാം. സക്കാത്തിൻ്റെത് പോലെയുള്ള കണക്കല്ല വഖഫിലുള്ളത്. പക്ഷെ അവിടെയും ജനാധിപത്യപരമായി നമ്മൾ മര്യാദ പാലിക്കുന്നത് കൊണ്ട്, ഈ രാജ്യത്തിന്റെ ഭരണഘടനയോട് സന്ധി ചെയ്യുന്നത് കൊണ്ട്, ആ വഖഫ് കൈകാര്യം ചെയ്യുന്ന നാദിറിന്റെ പല നിബന്ധനകളും നമ്മൾ വിട്ടുവീഴ്ച ചെയ്തുകൊണ്ടാണ് ഇവിടെ ജീവിക്കുന്നത്. ആ നാദിർ മുസ്ലിം ആകണമെന്നുള്ളതാണ് അതിന്റെ ഒന്നാമത്തെ കണ്ടീഷൻ. നമുക്കറിയാം, പണ്ഡിതന്മാർക്കറിയാം, അദാലത്ത് എന്ന് പറയുന്ന വളരെ കർശനമായിട്ടുള്ള ഒരു വ്യവസ്ഥയുണ്ട്. അതിന്റെ ചട്ടങ്ങൾ വളരെ വിപുലമായ ചട്ടങ്ങളാണ്. ആ അദാലത്ത് അല്ലെങ്കിൽ ഇസ്ലാം എന്നൊക്കെ പറയുന്ന കർശനമായ നിയമങ്ങൾ പാലിക്കുന്നവർക്കാണ് അതിന്റെ കൈകാര്യം ചെയ്യുവാൻ മതപരമായി പ്രഥമഗണനീയമായിട്ട് അവകാശമുള്ളത്. പക്ഷേ നാം ജനാധിപത്യത്തിന്റെ കീഴിലാണുള്ളത്, മതേതരമായ ഒരു ഭൂമികയിലാണുള്ളത്. ഈ മതേതര ഭരണഘടനയെ
നമ്മുടെ മതപരമായ ജീവിതത്തിന് സൗകര്യം ചെയ്തു തരുന്നു എന്നതിന്റെ പേരിൽ അങ്ങേയറ്റം നാം ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നവരാണ്. ഇങ്ങനെ ലളിതമായി ചെയ്യാവുന്ന ഈ വഖഫിനെ ദുർഗ്രാഹ്യമായി എന്തോ ഒരു ഭീകര പ്രസ്ഥാനമാണ് എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലാണ് ഇവിടെയുള്ള പലരുടെയും കൊണ്ടുപിടിച്ച പ്രചരണ വേലകൾ ഇവിടെ നടക്കുന്നത്. ബ്രിട്ടീഷ് ഭരണകാലം ഏകദേശം അതിന്റെ ഒരു അവസാന കാലത്താണ് വഖഫ് സംബന്ധമായ ഔദ്യോഗികമായ ഫോർമലായ നിയമങ്ങൾ ഇന്ത്യയിൽ ഉണ്ടാകുന്നത്. ആദ്യമായി ഒരു വഖഫ് നിയമം ഉണ്ടാകുന്നത് 1913 ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിക്കുമ്പോൾ. പക്ഷേ 1923 മുസൽമാൻ വഖഫ് ആക്ട് എന്ന് പറയുന്ന വ്യവസ്ഥാപിതമായിട്ടുള്ള ഒരു വഖഫ് ആക്ട് ഉണ്ടാകുന്നത്. എന്നിട്ടും 2 കൊല്ലം 1925 വരെ അതിന്റെ മുമ്പ് ചരിത്രപരമായി വഖഫായി, വഖഫിന്റെ ഭൂമിയായി, വഖഫ് ചെയ്യപ്പെട്ട മന്ദിരങ്ങളായി, വഖഫിന്റെ സ്വത്ത് വകകളായി കൈകാര്യം ചെയ്യപ്പെട്ടിരുന്ന സകല സ്ഥാപനങ്ങളും മന്ദിരങ്ങളും സ്ഥാപന ജംഗമ വസ്തുവകകളും വഖഫിൻ്റെതായിട്ട് ഗവൺമെന്റ് അംഗീകരിക്കുകയുണ്ടായി. വാക്കാലുള്ള വഖഫായിരുന്നു അത്. ആ കാലഘട്ടത്തിലൊന്നും രേഖ ഡോക്യുമെന്റേഷൻ എന്ന് പറയുന്ന സിസ്റ്റം ഒരു പരിധിയോളം ഉണ്ടായിരുന്നില്ല, സാധിക്കുമായിരുന്നില്ല. അത് ആ കാലഘട്ടത്തിൻ്റെത് മാത്രമല്ല, നമ്മുടെ വീടിന്റെയും പറമ്പിന്റെയും അടിയാധാരവും അല്ലെങ്കിൽ അതിന്റെ പട്ടയവും നമ്മൾ തേടിക്കൊണ്ട് ഇന്നും രജിസ്റ്റർ ഓഫീസിലേക്ക് പോയാൽ 30-40 കൊല്ലം മുമ്പുള്ള കടലാസ് അന്വേഷിച്ചാൽ നുരുമ്പിപ്പോയി, അത് ചിതല് തിന്നുപോയി എന്ന മറുപടി ആയിരിക്കും ലഭിക്കുക. അങ്ങനെയുള്ള നൂറ്റാണ്ടുകൾ പഴക്കമുള്ള സ്വത്തുക്കളുണ്ട്. നേരത്തെ പറഞ്ഞല്ലോ, 8.7 ലക്ഷം പ്രോപ്പർട്ടീസ്, 9.4 ലക്ഷം ഏക്കർ ഭൂമി, 1.2 ലക്ഷം കോടി ആസ്തി. സച്ചാർ കമ്മീഷൻ റിപ്പോർട്ടിൽ ഇതിനെക്കുറിച്ച് ഒരു പരാമർശമുണ്ടല്ലോ. വ്യവസ്ഥാപിതമായി അഡ്മിനിസ്ട്രേഷൻ ചെയ്യപ്പെട്ടാൽ 1000-ലേറെ കോടി രൂപ പ്രതിവർഷം ഇൻകം കിട്ടുന്ന ഈ വഖഫിന്റെ പേരിൽ കേവലം അതിന്റെ കെടുകാര്യസ്ഥത മൂലം, കൃത്യവിലോപം മൂലം കേവലം 160 കോടി മാത്രമേ ഇന്ന് കിട്ടുന്നുള്ളൂ എന്ന്. ഇത്രയും മുസ്ലിം സമുദായത്തിന്റെ അവകാശം. ഞാൻ ചുരുക്കട്ടെ, ഇതിന്റെ ഗുണഫലം അനുഭവിക്കുന്നവർ മുസ്ലിം സമുദായം മാത്രമാണോ? ഒരിക്കലും അല്ലല്ലോ. അതിനെ എന്തിനാണ് ഇങ്ങനെ ഒരു ഭീകര നിയമമായിട്ട്, ഏകപക്ഷീയമായിട്ട് മുസ്ലിങ്ങളുടെ അവകാശം ഹനിക്കുന്ന രൂപത്തിൽ എന്തിനാണ് ആമെൻമെന്റ് ചെയ്യുന്നത്? 1954 ഇന്ത്യയിലെ ആദ്യത്തെ നമ്മുടെ സ്വദേശി ഗവൺമെന്റ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ കീഴിൽ പിന്നീടൊരു സെൻട്രൽ വഖഫ് ആക്ട് ഉണ്ടാകുന്നത്. 1995 വരെ ആ ആക്ട് ആയിരുന്നു ഇവിടെയുള്ള വഖഫ് നിയമങ്ങൾ. പക്ഷേ 95 നെഹ്റു ഉണ്ടാക്കിയ നിയമം അപ്പാടെ ഭേദഗതി ചെയ്തു. ഭേദഗതി ചെയ്യും എന്ന് പറയുമ്പോൾ ഒരു നിയമം കാലോചിതമായി അതിന്റെ നിർവഹണ രീതി ഭേദഗതി ചെയ്യുന്നതിനോട് മുസ്ലിം സമുദായം ഒരിക്കലും ഒരു സമൂഹവും എതിരല്ല. അത് ആ വഖഫിന്റെ അല്ലെങ്കിൽ ഏതാണോ മതപരമായിട്ടുള്ള കാര്യം, അതിന്റെ അന്തസത്തക്ക് നിരക്കുന്ന, അന്തസത്ത ലംഘിക്കപ്പെടാത്ത രൂപത്തിൽ, അതിന്റെ പവിത്രത ലംഘിക്കപ്പെടാത്ത രൂപത്തിൽ നിയമപരമായ അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള അതിന്റെ ആമെൻമെന്റിനോട് മുഖം തിരിക്കുന്ന പ്രതിലോമകരമായ നിലപാട് ഒരിക്കലും മുസ്ലിം സമൂഹം സ്വീകരിച്ചിരുന്നില്ല. 95 പുതിയ ആക്ട് ഉണ്ടായി. 2013 അതിൽ ചില്ലറ ഭേദഗതികൾ ഉണ്ടായി. ഈ ഭേദഗതികളും ഈ നിയമനിർമ്മാണങ്ങൾ മുഴുവനും ഇവിടെ വഖഫ് ഭൂമികയും വഖഫ് സ്വത്തുക്കളും അന്യാധീനപ്പെട്ടു പോകാതിരിക്കാനുള്ള ജാഗ്രതയായിരുന്നു. വഖഫ് ഉണ്ടാക്കാനായിരുന്നു, വഖഫിനെ നിലനിർത്താനായിരുന്നു, വഖഫിനെ സംരക്ഷിക്കാനായിരുന്നു. പക്ഷേ ഏതവന്റെ ഭൂമിയും ഒരു സുപ്രഭാതത്തിൽ വഖഫ് ബോർഡ് വന്ന് ബോർഡ് വെക്കും, പിറ്റേന്ന് രാവിലെ അത് മുസ്ലിം സമൂഹത്തിന്റെ ഭൂമിയാകും. അങ്ങനെ ഇവിടെ ഒരു കുട്ടി താലിബാൻ ഉണ്ടാക്കാനാണ് ഈ വഖഫ് എന്ന് കിരാതമായ പ്രചരണ വേലകൾ നടത്തിക്കൊണ്ടാണ് വഖഫ് നിയമത്തിന്റെ ആമെൻമെന്റിന് വേണ്ടിയിട്ടുള്ള ഒരു പശ്ചാത്തലം, രാഷ്ട്രീയ പശ്ചാത്തലം, ഒരു സാമൂഹിക പശ്ചാത്തലം ഇവിടെയുള്ള രാഷ്ട്രീയക്കാർ, ഇവിടെയുള്ള ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന സംഘ് പരിവാർ ഭരണകൂടം തയ്യാറാക്കിയത്. നിസ്സംശയം പറയാൻ കഴിയും. എന്താണവർ കൊണ്ടുവന്ന ആ ഭേദഗതിയുടെ അടിസ്ഥാനപരമായി നമ്മൾ വിയോജിക്കുന്ന പോയിന്റ് എന്താണെന്ന് ചോദിച്ചാൽ, ഇത് ഭരണഘടനാ ലംഘനമാണ് എന്നുള്ളതാണ്. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 14 പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ. എന്താണ് ഇതിൽ പറയുന്നത്? ഈ രാജ്യം ഒരു പൗരന്റെ മുമ്പിലും ഒരു പൗരനും നിയമത്തിന്റെ മുമ്പിലുള്ള സമത്വം ഇല്ലായ്മ ചെയ്യുകയില്ല, നിഷേധിക്കുകയില്ല. The state shall not deny to any person equality before law or the equal protection of the law. നിയമത്തിന്റെ മുമ്പിൽ സർവരും സമന്മാരാണ്. ഇവിടെ ഒറ്റവാക്കിന് നാം നിരന്തരം ചോദിക്കുന്ന കാര്യമുണ്ടല്ലോ,
വഖഫ് ആമെൻമെന്റ് പ്രകാരം വഖഫ് ബോർഡിൽ, അത് സംസ്ഥാന ഗവൺമെന്റുകളുടെയും കേന്ദ്രഭരണ പ്രദേശങ്ങളുടെയും കീഴിലുള്ള വഖഫ് ബോർഡുകൾ, 32 വഖഫ് ബോർഡുകളുണ്ട് ഇന്ത്യ രാജ്യത്ത്. ഒരു സെൻട്രൽ വഖഫ് കൗൺസിൽ ഉണ്ട് ഇന്ത്യ രാജ്യത്ത്. ഒരു വഖഫ് ട്രിബ്യൂണൽ ഉണ്ട് ഇന്ത്യ രാജ്യത്ത്. ഇതിന്റെ നടപടിക്രമങ്ങളിൽ ഭേദഗതി വരുത്തിയപ്പോ ഇവിടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ ഒരു മുസ്ലിം പ്രതിനിധി ഉണ്ടാവുക എന്ന് പറയുന്നത് കേരളം വിചിത്രമായി കൗതുകത്തോടെ ഇനിയും കേൾക്കാൻ കഴിയാത്ത, ചിന്തിക്കാൻ പോലും കഴിയാത്ത ഒരു കാര്യമല്ലേ? പക്ഷേ എന്റെ സെൻട്രൽ വഖഫ് കൗൺസിലിന്റെ അതിന്റെ ആ ബോഡിയിൽ, അതിന്റെ ഓർഗാനോഗ്രാമിൽ എന്താണ് അവർ ആമെൻമെന്റ് ശുപാർശ ചെയ്തിട്ടുള്ളത്? 2 പേര് നിർബന്ധമായിട്ടും നോൺ മുസ്ലിംസ് ആയിരിക്കണം. അതിലാകെ 22 അംഗങ്ങളാണുള്ളത്. 22 പേരിൽ 2 പേര് നോൺ മുസ്ലിംസ് ആയാൽ അതൊരു മന്ത്രിയും ജഡ്ജിയും അല്ലേ? അത് എക്സ് ഒഫീഷ്യൽ അംഗങ്ങളായിരിക്കില്ലേ? നിങ്ങൾ എന്തിനാണ് ഇത്ര വലിയ കുണ്ഠിതം പ്രകടിപ്പിക്കുന്നത് എന്ന് അവർ ചോദിക്കാറുണ്ട്, പലരും ചോദിക്കാറുണ്ട്. പക്ഷേ ബാക്കി 20 മുസ്ലിങ്ങളാവാൻ ഒരു നിർവാഹവുമില്ല. അതിൽ പാർലമെന്റ് ഉണ്ടാകണം, രാജ്യസഭ ലോക്സഭ MP-മാരുണ്ടാകണം, മജിസ്ട്രേറ്റ് ഉണ്ടാകണം, ഒഫീഷ്യൽസ് ഉണ്ടാകണം. അതേപോലെ എമിനന്റ് കാറ്റഗറിയിൽ റിസർവ്ഡ് ബാർ കൗൺസിലിന്റെ അംഗങ്ങൾ ഉണ്ടായിരിക്കണം. ആർട്ടിഫിഷ്യൽ എഞ്ചിനീയറിംഗ് മേഖലയിലെ നിപുണന്മാരുണ്ടായിരിക്കണം. ഇവരൊക്കെ ഒരുപക്ഷെ മുസ്ലിങ്ങളാവാതിരിക്കാം. വഖഫ് കൗൺസിലിൽ, സെൻട്രൽ വഖഫ് കൗൺസിലിൽ മുസ്ലിങ്ങൾ തന്നെ ആയിരിക്കുമെന്ന് ഉറപ്പുള്ള 9 പേർ അല്ലെങ്കിൽ 10 പേരെ ഉണ്ടായിരിക്കുകയുള്ളൂ. സ്റ്റേറ്റ് വഖഫ് ബോർഡിന്റെ ചെയർമാൻമാരിൽ നിന്ന് റൊട്ടേഷൻ പ്രകാരം നോമിനികളായി വരുന്ന 3 പേര്, മുസ്ലിം സംഘടനകളുടെ പ്രതിനിധിയായി വരുന്ന 2 പേര്, 3 മുസ്ലിം പണ്ഡിതന്മാർ. ഇവരെ മുസ്ലിങ്ങളായിരിക്കുമെന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റുകയുള്ളൂ. ഇതിന്റെ കർമ്മശാസ്ത്രപരമായ വശങ്ങൾ, വ്യവഹാര രീതികൾ, മുസ്ലിം സിസ്റ്റമാണെന്നുള്ള ഒരു പൊതുബോധം, ഇതൊക്കെ ഉണ്ടായിരിക്കെ മുസ്ലിം സമൂഹത്തിന്റെ മൗലികമായ അവകാശത്തെ എത്ര മനോഹരമായിട്ടാണ് ഇവർ അതിനെ പൊളിച്ച്, അതിനെ തകർത്തെറിഞ്ഞുകൊണ്ട് ജനാധിപത്യ ഇന്ത്യയുടെ, മതേതരത്വ ഇന്ത്യയുടെ ആത്മാവിനെ കീറി മുറിക്കുന്നത്. കേവലം ഇവിടെ മാത്രമല്ല ഈ വിവേചനം ഉണ്ടായത്. സംസ്ഥാന വഖഫ് ബോർഡിന്റെ കാര്യത്തിലും കൃത്യമായ വിവേചനം ഉണ്ടായിട്ടുണ്ട്. 2 പേര് നോൺ മുസ്ലിംസ് ആയിരിക്കണം. ബാക്കി ഈ പറയുന്നത് പോലെ വ്യത്യസ്ത നോമിനേറ്റഡ് കാറ്റഗറിയിൽ നിന്നുള്ള ആളുകൾ മുസ്ലിങ്ങളാവാതിരിക്കാം. ഇത്രയും വലിയ ക്രൂരമായ കാര്യം ചെയ്തു. അത് മാത്രമല്ല, അവിടെയുള്ള വിഷയം സുപ്രീം കോടതി പോലും ഇത് സ്റ്റേക്ക് സമാനമായ ഒരു ഇടക്കാല ഉത്തരവിന് സമാനമായ ഒരു വർഡിക്ഷൻ പുറപ്പെടുവിച്ചുവല്ലോ. 5-ാം തീയതി വരെ തൽസ്ഥിതി തുടരണം. അപ്പോൾ സുപ്രീം കോടതി ചോദിച്ച പ്രസക്തമായൊരു ചോദ്യമാണ് തൃശൂർ ജില്ലാ സമസ്തയുടെ ഈ ഭരണഘടനാ സംരക്ഷണ സംഗമത്തിനും ചോദിക്കാനുള്ളത്. ഇവിടെ ഈ ആമെൻമെന്റ് പ്രകാരമുള്ള 1995 വഖഫ് ആക്ട് പ്രകാരമുള്ള സെക്ഷൻ 3I അതിൽ പറയുന്നുണ്ട്, വെർബലായിട്ട്, വാക്കാൽ വഖഫ് ചെയ്യാൻ പറ്റും. ഞാൻ നേരത്തെ അതിന്റെ കർമ്മശാസ്ത്രം പറഞ്ഞു. സീഗയുണ്ടായാൽ മതി, ജഅൽതുഹു ഫില്ലാ എന്ന് പറഞ്ഞാൽ മതി, അബ്ബത്തുഹു ഫില്ലാ എന്ന് പറഞ്ഞാൽ മതി. പക്ഷേ പുതിയ ഭേദഗതി എന്താ? വാക്കാൽ വഖഫ് ഇനി സാധുവല്ല. അത് ഭേദഗതി ചെയ്തു. ഡോക്യുമെന്റേഷൻ ഉണ്ടാകണം, രേഖയുണ്ടാകണം. എന്നാൽ രേഖയുണ്ടായാൽ നല്ലതല്ലേ എന്ന് നമുക്ക് തോന്നും. പക്ഷേ അതൊരു പുലിവാലി പിടിപ്പിക്കലാണ്. രേഖ എന്ന് പറഞ്ഞാൽ വഖഫ് ബോർഡിൽ, സംസ്ഥാന വഖഫ് ബോർഡിൽ രജിസ്റ്റർ ചെയ്താൽ രേഖ കിട്ടാൻ പോകുന്നില്ല. അത് കേന്ദ്ര ഗവൺമെന്റിന്റെ ഡാറ്റ പോർട്ടലിൽ പോയി അപ്ലോഡ് ചെയ്യണം. സംസ്ഥാന വഖഫ് ബോർഡ് എന്ന് പറയുന്ന സിസ്റ്റം ഇനി മുതൽ നോക്കുകുത്തിയാണ്. അപേക്ഷകൾ വാങ്ങിവെക്കാനുള്ള ഒരു സിസ്റ്റം മാത്രമായിട്ട് മാറും. എല്ലാ കാര്യത്തിലും ഫെഡറൽ സിസ്റ്റത്തെ കേന്ദ്ര ഗവൺമെന്റ് പൊളിച്ച് കയ്യിൽ കൊടുക്കുന്നതിന്റെ ഒടുവിലെ ഉദാഹരണമാണിതും. എന്നിട്ട് ജില്ലാ കളക്ടർക്കാണ് അമിതമായ അധികാരം കൊടുക്കുന്നത്. ഈ ജില്ലാ കളക്ടർ തീരുമാനിക്കണം ഇത് വഖഫ് ഭൂമിയാണോ അല്ലാത്ത ഭൂമിയാണോ. ആരാണ് ഈ ജില്ലാ കളക്ടർ? ഒരു ജില്ലയിലെ റവന്യൂ റെക്കോർഡുകളുടെ കസ്റ്റോഡിയനായ ഗവൺമെന്റിന്റെ ഉദ്യോഗസ്ഥൻ മാത്രമായ, അല്ലെങ്കിൽ ഉദ്യോഗസ്ഥ മാത്രമായ ഒരു ജില്ലാ കളക്ടർക്ക് പറയപ്പെട്ട അധികാരത്തെക്കാൾ കൂടുതൽ അധികാരം കൊടുത്തുകൊണ്ട് പറയുകയാണ്, ഏതെങ്കിലും ഒരു ഭൂമി വഖഫ് ഭൂമിയാണോ, സർക്കാരിന്റെ ഭൂമിയാണോ, ഡിസ്പ്യൂട്ടഡ് ലാൻഡ് ആണോ എന്ന കാര്യത്തിൽ എവിടെന്നെങ്കിലും ഒരു അപശബ്ദമുണ്ടായാൽ, ഒരു എതിരഭിപ്രായമുണ്ടായാൽ, ആ ഭൂമി, ആ എതിരഭിപ്രായമുണ്ടായ സെക്കൻഡ് മുതൽ കളക്ടർ കൈകാര്യം ചെയ്യേണ്ടതും അത് വഖഫിന്റെ പരിധിയിൽ നിന്ന് പുറത്താക്കേണ്ടതുമാണ്. യോജിക്കാൻ പറ്റുമോ? ഇന്ത്യയിലുള്ള 4 ലക്ഷം ഇന്ത്യയിൽ വഖഫ് പ്രോപ്പർട്ടികൾ വാക്കാൽ വഖഫ് ചെയ്യപ്പെട്ടതാണ്. 4 ലക്ഷം പ്രോപ്പർട്ടികൾ തർക്കഭൂമിയാക്കുന്നു. പിന്നെ ചോരച്ചാലി ചീന്താൻ, അതിൽ നിന്ന് അധികാരത്തിലേക്ക് നീന്തിയെടുക്കാനുള്ള രാഷ്ട്രീയ ആയുധമാക്കുന്നു. അജണ്ട വ്യക്തമല്ലേ? അതിനേക്കാളും മാരകമായൊരു വശം കൂടിയുണ്ട്. അതുകൂടി സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കും. എന്താണ് മാരകമായ വശം? 6 എന്ന് പറയുന്ന ഒരു വശമാണ്.
ഇതുവരെ ഇവിടെ ഉണ്ടായിരുന്ന വഖഫ് ആക്ട് പ്രകാരം യൂസർ ബൈ വഖഫ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. ഡൽഹി ജമാ മസ്ജിദ് വഖഫിന്റെ ഭൂമിയാണ്, മന്ദിരമാണ്, തർക്കമില്ലല്ലോ. ഡൽഹിയിലുള്ള, ബോംബെയിലുള്ള, അഹമ്മദാബാദിലുള്ള, ഹൈദരാബാദിലുള്ള, കോഴിക്കോട്ടുള്ള, മലപ്പുറത്തുള്ള, തൃശ്ശൂരുള്ള ഏക്കറക്കണക്കിന് ഭൂമികകൾ, ഒരുപാട് മന്ദിരങ്ങൾ, ഇതൊക്കെ എങ്ങനെയാണ് വഖഫായത്? അത് വഖഫിന്റെ പേരിൽ ആധാരം കഴിഞ്ഞിട്ടല്ല, രജിസ്ട്രേഷൻ ഉണ്ടായിട്ടല്ല. 70 കൊല്ലവും 50 കൊല്ലവും മുമ്പുള്ള ഭൂമിക്ക് പോലും രജിസ്ട്രേഷൻ ഇല്ലാത്ത ഒരു നാട്ടിൽ എങ്ങനെയാണ്? സുപ്രീം കോടതി ചോദിക്കുകയുണ്ടായി, 1000 കൊല്ലം, 500 കൊല്ലം, 200 കൊല്ലം മുമ്പുള്ള മന്ദിരങ്ങൾക്ക് എങ്ങനെയാണ് രജിസ്ട്രേഷൻ ഉണ്ടാവുക? അപ്പോൾ ഉപയോഗം വഴിയും വ്യവഹാരം വഴിയും വഖഫായി മാറിയിരുന്ന ഭൂമികളെ മുഴുവനും വഖഫ് ഭൂമിയല്ല, വഖഫ് മന്ദിരമല്ല എന്നാക്കി തീർക്കാൻ വേണ്ടി വഖഫ് ബൈ യൂസർ എന്ന് പറയുന്ന ഒരു ക്ലോസ് തന്നെ ഇല്ലാതാക്കി. ഇനി അങ്ങനെ ഒന്നില്ല എന്നാണ് ഇനി പറയുന്നത്. മാത്രവുമല്ല, ഇങ്ങനെ ഓരോന്നെണ്ണിയാൽ ബഹുമാനപ്പെട്ട അതിഥികളെ ഇരുത്തിക്കൊണ്ട് ഞാൻ കൂടുതൽ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ സംസാരമല്ല ഇവിടെ പ്രധാനപ്പെട്ടത്. മുസ്ലിം സമൂഹത്തിൻ്റെ ജനാധിപത്യത്തോടുള്ള, മതേതരത്വത്തോടുള്ള, അതിനോടുള്ള കൂറ് മഹത്തായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയ്ക്ക് ഈ നാടിനോടും നാടിൻ്റെ സഹിഷ്ണുതയോടും ഇവിടെയുള്ള ബഹുസ്വരതയോടുമുള്ള പ്രതിബദ്ധത അത് ഈ പാർലമെന്റേറിയന്മാർ കണ്ട് മനസ്സിലാക്കാനാണ്. ഈ വികാരം നിയമനിർമ്മാണ വേദിയിൽ അലയൊലിയായി പലതവണ ആഞ്ഞടിച്ചവരാണ് ഇവിടെയുള്ളത്. ഇവരുടെ പ്രസംഗങ്ങളും പ്രകടനങ്ങളും രോമങ്ങൾ എഴുന്നേറ്റ് നിൽക്കുന്ന വിധം പുളകിതരായി കണ്ടു നിൽക്കുന്നവരാണ് നമ്മൾ. കാരണം അവർ പോരാടുന്നത് ജനാധിപത്യത്തിന് വേണ്ടിയാണ്, അവർ പോരാടുന്നത് മതേതരത്വത്തിന് വേണ്ടിയാണ്. ഇവിടെ വഖഫിന്റെ സംരക്ഷണം എന്ന് പറയുന്നത് പലരും പ്രചരിപ്പിക്കുന്നത് പോലെ ഇവിടെ ഒരു ഇസ്ലാം മത രാജ്യമുണ്ടാക്കാനോ അല്ലെങ്കിൽ ഒരു കുട്ടി പാകിസ്ഥാൻ ഉണ്ടാക്കാനോ ഒരു കുട്ടി താലിബാൻ ഉണ്ടാക്കാനോ ഒന്നുമല്ല. അങ്ങനെ ആയിരുന്നുവെങ്കിൽ ഇതായിരുന്നില്ല അതിൻ്റെ വഴിയും. ഇവിടെ കാലങ്ങളായി മുസ്ലിം സമൂഹം, ഇവിടെ കാലങ്ങളായി, നൂറ്റാണ്ടുകളായി മുസ്ലിം സമൂഹം ഈ രാജ്യത്തിൻ്റെ പൊതുവികാരത്തിൻ്റെ കൂടെ മാത്രം നിൽക്കുന്നവരാണ്. ഈ വഖഫിൻ്റെ വിഷയത്തിലും അങ്ങനെ മാത്രമാകും. അതാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ എക്കാലവുമുള്ള പാരമ്പര്യം. പക്ഷേ നമുക്ക് നിയമത്തെ സംബന്ധിച്ച്, നിയമത്തിൻ്റെ പഴുതുകളെ സംബന്ധിച്ച്, ദുർവ്യാഖ്യാനത്തെ സംബന്ധിച്ച്, ദുരുപയോഗത്തെ സംബന്ധിച്ച്, രാഷ്ട്രീയ ഹിഡൻ അജണ്ടകളെ സംബന്ധിച്ച് കൂടുതൽ സാക്ഷരതയുണ്ടാവേണ്ട കാലമാണ്. ഈ വഖഫിൻ്റെയും മതേതരത്വത്തിൻ്റെയും സംരക്ഷണത്തിന് വേണ്ടി ഏതറ്റം വരെയും നിയമപരമായി നീങ്ങാനുള്ള, പോരാടാനുള്ള പ്രതിബദ്ധത ഒരിക്കൽ കൂടി എല്ലാ സമസ്തയെ സ്നേഹിക്കുന്ന ആളുകൾക്ക് വേണ്ടിയും ബഹുമാനപ്പെട്ട സലാം ബാക്കവി ഉസ്താദിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ഈ സമസ്തയുടെ മഹാസംഗമത്തിന് വേണ്ടി ഇവിടെ അർപ്പിച്ചുകൊണ്ട്, പ്രകടിപ്പിച്ചുകൊണ്ട്, പ്രഖ്യാപിച്ചുകൊണ്ട് അള്ളാഹു നമ്മെ സ്വീകരിക്കട്ടെ എന്ന ദുആയോടുകൂടെ ഈ ആമുഖ പ്രസംഗം ഞാൻ അവസാനിപ്പിക്കുകയാണ്. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.